നാട്ടിൽ പോയി വന്നതിന് ശേഷം തുടങ്ങിയൊരു പ്രഹസനമാണ് കേട്ടോ ഇത്. ഇവിടെ ഇപ്പോൾ നല്ല വെതറും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് രാവിലെ എണീറ്റിട്ട് ഓടാൻ പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ അധികം ദിവസവും പോകാൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ മാക്സിമം ഓടിയിട്ടുള്ളത് അറ്റ് എ സ്ട്രെച്ച് ഒരു 7 കിലോമീറ്റേഴ്സാണ്. ആദ്യമൊക്കെ എനിക്ക് ഓട്ടം നല്ല ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനത് എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ സ്ട്രെച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ നമ്മുടെ ഗാർഡനിൽ എന്തൊക്കെ ചെടിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെ, എല്ലാത്തിനും വെള്ളം ഒഴിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും എല്ലാ ഡേയ്സും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി ചുരുങ്ങിയിട്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി എന്തായാലും ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വിഷ്ണു രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഡിഷ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വിഷ്ണുവിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തേ ലഞ്ച് ബോക്സസ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ ലഞ്ച് ബോക്സ് സൈഡിൽ പാക്ക് ചെയ്ത് വെച്ചു. ഇത് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ച ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനുള്ള ഒരു ബാഗാണ് കേട്ടോ. എനിക്ക് ബാഗിൽ ലഞ്ച് ബോക്സ് ഇടുന്നത് ഇഷ്ടമല്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് മോർണിംഗ് സ്കിന്നിൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ റൊട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു സീനാണ്, ഒരു 150 തവണയെങ്കിലും ഡ്രസ്സ് മാറ്റിയിട്ട് അവസാനം ആദ്യമായിട്ട് ഡ്രസ്സിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ആയിരുന്നു. ഞാൻ കൺഫ്യൂഷൻ മാറാൻ വേണ്ടി ഇടയിൽ പോയിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഒന്നും കൂടെ ചിന്തിക്കാൻ സമയം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്തിച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഏത് ഡ്രസ്സാണ് ഇട്ടത് ആ ഡ്രസ്സിലോട്ട് തന്നെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. എത്ര റിലാക്സ്ഡ് ആയിട്ട് രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇറങ്ങാൻ നേരത്ത് ഒരു എന്തെങ്കിലുമൊക്കെ ധൃതി ഉണ്ടായിരിക്കും, ആകെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, എല്ലാം എടുത്തില്ലേന്ന് തോന്നും. അതുകൊണ്ട് ഇപ്പോൾ ഇതിനോട് യൂസ്ഡായി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തിരികെയാണ് കേട്ടോ. വിഷ്ണുവിന് ഇവിടെ എത്ര ദൂരമുണ്ട് കാറിൽ? 15 മിനിറ്റ്സ്. പക്ഷേ വിഷ്ണു ഒന്ന് ലേറ്റാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നുള്ളതുകൊണ്ട്. ഞാൻ ഇന്നത്തെ കാർ എടുക്കാത്ത റീസൺ എനിക്കറിയാൻ പറ്റില്ല, മടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോൾ കാലിന് കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈവനിങ് പ്രദുവിൻ്റെ അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇത് ചെയ്യാമെന്ന്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഓഫീസുള്ള സ്ഥലം കേട്ടോ. ഇതിവിടെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രൈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ അകത്താണ് എൻ്റെ ഓഫീസ്. ഞാനിപ്പോൾ ഹാഫ് ആൻ അവർ ലേറ്റാണ്. ഈവനിങ് നേരത്തെ ഇറങ്ങും വേണം. അപ്പോൾ ദേ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് എൻ്റെ ഓഫീസ് കേട്ടോ. ചെന്നിട്ടൊന്ന് ലോഗിൻ ചെയ്തു. ഇതെൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഏതാ എടുക്കേണ്ടത് നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോവും. പക്ഷേ ഇപ്പം ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരണം ഇത് മാത്രമേ നമ്മളെടുത്തുള്ളൂ. ആ ചോക്ലേറ്റ് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാപ്പിച്ചിനോയും എടുത്തു. അങ്ങനെ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. എനിക്കിപ്പോൾ ഓഫീസിൽ 2 ദിവസം വരാനാണ് അവർ പറയുന്നത്. 2 ഡേയ്സ് പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വെതറൊക്കെ നന്നാകുമ്പോൾ നമുക്ക് കൂടുതൽ ഓഫീസിൽ പോകാനും ആൾക്കാരെ മീറ്റ് ചെയ്യാനും പുറത്തു പോകാനും ഒക്കെ തോന്നും. അതുകൊണ്ട് നാട്ടിൽ പോയി വന്നതിന് ശേഷം കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ എങ്ങനെ നമുക്ക് ഓഫീസിലൊക്കെ പോയിരിക്കാൻ തോന്നുക. സമയം ഏകദേശം 1 മണിയായിട്ടോ. നന്നായി വിശക്കുന്നുണ്ട്. 1:30ക്കാണ് എൻ്റെ മീറ്റിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ ലഞ്ച് കഴിക്കാം. അപ്പോൾ ഈ ബാഗ് ഇന്നലെ നമ്മൾ ഐക്യയിൽ പോയപ്പോൾ ഞാൻ കണ്ടു വാങ്ങിയതാണ്. നമ്മുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഒരിക്കലും ലഞ്ച് ബോക്സും കാര്യങ്ങളും എൻ്റെ ബാഗിൽ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. എപ്പോഴും ഒരു സ്മെല്ല് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ഞാനൊരു കവറിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കാര്യമായി മീറ്റിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. എൻ്റെ ഹെഡ്സെറ്റ് കേട് വന്നുകൊണ്ട്, ഇത് ഞാൻ ഓഫീസിൽ കണ്ടൊരു ഹെഡ്സെറ്റായിരുന്നു. എനിക്ക് ഉപയോഗിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജാബ്രയുടെ ഹെഡ്സെറ്റായിരുന്നു. അപ്പോൾ എന്നാൽ ഇതാരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളത് എങ്ങനെ പൊളൈറ്റായിട്ട് ചോദിക്കും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
leaving a bit early today. I have an appointment. അങ്ങനെ നമ്മൾ ഇറങ്ങി. എനിക്ക് 4 മണിക്കാണ് മുടി വെട്ടണം അവിടെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഇപ്പോൾ 3:30 ഒരു ഹാഫ് ആൻ അവർ ഇല്ല ഇവിടുന്ന്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 7 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് GP എന്ന് പറയും പുള്ളിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ മുടി വെട്ടുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് മുടി വെട്ടിത്തരും. കഴിഞ്ഞ തവണ ഹെയർ കളർ ചെയ്തു അവിടെ നിന്നായിരുന്നു. ഇത്തവണ നാട്ടിൽ വന്നിട്ട് ഞാൻ മുടി മുറിച്ചപ്പോൾ കണ്ടോ ഭയങ്കര സ്ട്രെയിറ്റ് ആയിരിക്കുന്നത്. എനിക്കൊരു ട്രിമ്മർ വെച്ച് കട്ട് ചെയ്തതുകൊണ്ടാണ് അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മളിപ്പോൾ വന്നത്. പിന്നെ പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ ഹെയർ കളർ ചെയ്തു കേട്ടോ. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നുണ്ടോ ഞാൻ ഹെയർ കളർ ചെയ്തു എന്ന്? 10,000 രൂപ അവരെൻ്റെ നിന്ന് വാങ്ങിയതിന്. ആൻഡ് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചെയ്ത് ഹൈലൈറ്റ് മോഡിലുള്ള ടോണി ആൻഡ് ഗൈ എന്നാണ്. അപ്പോൾ എനിക്ക് ഹെയർ കളറും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് ജീപ്പ് എടുത്ത് എത്തിക്കുകയാണ്. 15:53 ആയിട്ടുള്ള സമയം കേട്ടോ. 3:53. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ബിഫോർ ടൈമാണ്. അപ്പോൾ നമ്മുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് ഹെയർ കട്ടാണ് എനിക്ക് എടുക്കേണ്ടതെന്നുള്ളത്. ഓഫീസൊക്കെ വിട്ട് വന്നുകൊണ്ട് അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ബിസ്ക്കറ്റും ഒരു കാപ്പിച്ചിനോയും തന്നു. അപ്പോൾ അതെ, പുള്ളിയാണ് GP. ഗ്ലെയ്ത്തോൺ എന്നാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര്. പക്ഷേ പുള്ളിനെ GP എന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവരും പുള്ളിനെ GP എന്ന് വിളിക്കുന്നു. പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. പുള്ളിയുടെ സലോണിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം. ഏകദേശം ഒരു 3 വീക്സ് 4 വീക്സ് ഒക്കെ കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുക. ഞാനിവിടെ കുറേ തവണ പോയതുകൊണ്ട് പുള്ളിനെ പേഴ്സണലി അറിയുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് പ്രത്യേക അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും പുള്ളിനെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് ഇന്ന ഹെയർ സ്റ്റൈൽ വേണമെന്നൊന്നും പുള്ളിയുടെ അടുത്ത് പറയാറില്ല. പുള്ളി ഡിസൈഡ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ് ഞാൻ കട്ട് ചെയ്യാറ്. അപ്പോൾ എന്നും പറയുന്ന പോലെ പുള്ളിക്ക് അറിയാം ആരൊക്കെ എന്തൊക്കെ ഹെയർ സ്റ്റൈൽ സ്യൂട്ട് ചെയ്യുന്നുള്ളത്. ദിസ് പേഴ്സൺ ഇസ് എ ഗെയിം ചേഞ്ചർ. അപ്പോൾ ഹാപ്പി ആയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. സോ ഈ പുള്ളി ഒരു ഗെയിം ചേഞ്ചറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ തവണ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്തു എൻ്റെ ഹെയർ കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കട്ട് ചെയ്തത്. നല്ല രസമല്ലേ? നല്ലൊരു ഹെയർ കട്ട് ഒരു ദിവസം വളരെയധികം മനോഹരമാണ്. അങ്ങനെ നമ്മൾ ഹാംസ്റ്റൽഫെയിൻ ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ക്രൗഡ് ഫാത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഗീത് ക്രൗഡ് ഫാത്തിൻ്റെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് ഗോ. എനിക്ക് പുതിയ എന്നെ കണ്ടിട്ട് എന്തോ പോലെ നാണം വരുന്നു. അപ്പം ഞാൻ ക്രൗഡ് ഫാത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ കളർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഗീതു ഉണ്ട് ഇവിടെ അടുത്ത്. ഗീതു എന്നെ കാണുമ്പോൾ റിയാക്ഷൻ നമുക്ക് എടുക്കാം കേട്ടോ. How was it going? നന്നായി സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നല്ല പൊളിച്ച്. നാട്ടിലെ മറ്റേ പുള്ളി വിളിച്ച് പറയുന്നില്ലേ ഇങ്ങനെയൊന്നും അല്ലടോ മുടി പൊളിച്ച് തകർത്തിടും. ഗീതു ഇന്ന് മുടി കളർ ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ട് ഗീതുവിന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഗീതുവിനും ഒരാളക്കും ആദ്യമായിട്ട് ഒരാൾ കളർ ചെയ്ത് കൊടുക്കുക. അല്ലട്ടോ, ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ട് കുറെ. ഇതാണ് സെലക്ട് ചെയ്ത് വെച്ച കളറ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് ബ്ലാക്കിൽ അടിച്ചാൽ ഇത്രത്തോളം വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. നോക്കാം. ഇന്നൊരു പൊളിക്കും ഞാൻ. ടുഡേ ഈസ് മൈ ഡേ. അപ്പം നമ്മളിതേ ഈ 2 കളറുമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇന്നൊരു പൊളിയുണ്ട് മോളെ. എത്ര മണിക്കൂറത്തെ പരിപാടിയാണ്? ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ നാളെ രാവിലേക്ക്. ഇവിടെ എല്ലാ കടകളും വൈകുന്നേരം എത്ര മണിയാകുമ്പോൾ അടയ്ക്കും? 6 മണി സമയം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എപ്പോഴും സംശയം തോന്നാറുള്ള എന്താ അറിയോ? ഞാൻ എൻ്റെ മോൻ കാണിച്ചിട്ട് പറയാം. എൻ്റെ സംശയമല്ലേ? എനിക്ക് എപ്പോഴും സംശയം തോന്നാറുള്ളൊരു കാര്യം, നമുക്ക് ജോലി 9 to 5 ആണ്. ഇവിടെ കടകൾ 9 to 5 ആണ്. അപ്പോൾ നമ്മുടെ ആവശ്യം ജോലി എടുക്കാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല വ്യാഴാഴ്ച അല്ലാതെ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. അവർക്ക് വേണ്ടത് 9-5 ഇടയ്ക്കാണ് അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതെങ്ങനെ ഒരു ജോലി നടക്കി ബ്രേക്ക് എടുക്കും? ഞാൻ എടുത്ത പോലെ അത് ഡെയിലി. ഇത് വൻ തമാശയൊക്കെ പറയൂ കേട്ടോ. അപ്പം നമ്മളിവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. വടാപ്പാവും ചായയും കുടിക്കാൻ. അല്ലെങ്കിൽ ഇതും വിശക്കുന്നുണ്ടോ നന്നായിട്ട്? അല്ലെങ്കിൽ ഹെയർ കളർ വേണ്ടത്ര ഏക്കില്ല.
അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, പക്ഷെ വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം. ഇല്ല, ഇപ്പൊ ഞാൻ കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് വരുന്നതിന്റെ ഒരാഴ്ച മുന്നേ നിർത്തിയതായിരുന്നു. വന്നിട്ട് എത്ര നാളായി? അല്ല, ഒരാഴ്ച മുന്നേ. മൊത്തത്തിൽ 2 ആഴ്ച ഞാൻ എന്തെങ്കിലും ഫ്രൈഡ് സാധനം കഴിച്ചിട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ മറ്റേ റൊട്ടി കിട്ടും, അതും ഗ്രിൽ ചിക്കനും നല്ലതായിരുന്നു തന്നെ. വിഷ്ണു വീട് എത്തിന്ന്. വിഷ്ണു എത്തി വീട്ടിൽ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:45 ഞാൻ ഈ വണ്ടിയും വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. രാത്രിത്തേക്കുള്ള ഡിന്നർ ഗ്രിൽഡ് ചിക്കനും ബ്രെഡും പിന്നെന്താണ് പെട്ടെന്ന് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ആലോചിച്ചപ്പോൾ കുറേ പണിയുണ്ട്, അത്ര പണിയെടുക്കാൻ വയ്യ. കവർ വാങ്ങോ? വാങ്ങാം. എത്ര കവർ വേണം? മതി മൈലാലി. നേരത്തെ എനിക്ക് ഞാൻ വിളിച്ചിട്ട് ക്യാൻ ഐ കോൾ യു ലേറ്റർ എന്നാണ് എനിക്ക് തന്നെ. അത് ഞാൻ അയച്ചതായിരുന്നു. എനിക്ക് അപ്പോൾ സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ക്ലോത്ത് മുന്നേ വിളിക്കാം, മുന്നേ വിളിക്കേ. എന്നിട്ടാണ് അവിടുന്ന് തിരിച്ചു വിളിച്ചത്. വെറുതെ ഈ കണ്ണടയും കൂടെ വെച്ചപ്പോഴാണ് ഈ മുടിക്കൊരു ഫുൾ രൂപം കിട്ടിയത്. അപ്പോൾ മാഗി അമ്മായി. അപ്പോൾ വിഷ്ണു പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അടി തീർത്തതുകൊണ്ടേ ഇന്ന് കുറച്ച് സ്നേഹം കൂടുതലുണ്ടായിരിക്കും. മാക്സിമം നമ്മൾ ചൂഷണം ചെയ്ത് മുതലെടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് നിലത്ത് വീണേനെ വിഷ്ണു പിക്ക് ചെയ്യാൻ വരാമെന്ന്. വിഷ്ണു നമ്മളെ പിക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടി ഇപ്പോൾ വിഷ്ണു കാണും. അറിഞ്ഞിട്ടില്ല പോകുന്നത്. അറിഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ടും മുറിച്ചോണ്ട് പോണത് എനിക്ക് മനസ്സിലാവുള്ള ഭയങ്കര ചെറുതായിട്ട് ഇഷ്യൂ. ഗീതു പറ, ഗീതു അടിപൊളിയായിണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ കൈ പോയി ഡോറിനോട്ടെ കുടുങ്ങിയാൽ അതാരെങ്കിലും പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കുറച്ചേരായിട്ട് എന്തോ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് വന്നിട്ടുണ്ട്. കൺട്രോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഗീതുവിന്റെയും പ്രദുവിന്റെയും ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. ഗീതു എന്നെ പറഞ്ഞു പഠിപ്പിക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ പ്രദുവിന്റെ തന്നെ പറയുന്നുള്ളൂ. ആക്ച്വലി അത് ഗീതുവിന്റെ ആണ്. നമ്മൾ വീട്ടിൽ വന്നു, ബാഗോടെ ഊരി വെച്ചു. കഷ്ടപ്പാട് അടുക്കളയിൽ കയറിയിരിക്കും. നോക്കൂ, ദുഷ്ടനായ ഭർത്താവ് അവിടെ ഇരുന്നിട്ട് പറയാൻ പാടില്ല എന്ന് ഗീതു ചുമ്മാ പറഞ്ഞു കേട്ടോ. ഞങ്ങള് വന്നു, എന്താ പറയാ, ചിക്കൻ ഗ്രിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഗീതുവിൻ്റെ മുടി കൊളാക്കുന്നതിന് മുന്നേ ആദ്യം ഗ്രിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഗ്രില്ല് കൊളാക്കിയിട്ട് മെല്ലെ ചിക്കൻ മുടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ പൊടികളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് യോഗോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു എനിക്ക് ഇതിനുണ്ട് പിരികളാക്കിയിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ശരിക്കും വീഡിയോയിൽ പറയാൻ പോകണം. നന്നായി മിക്സ് ചെയ്യുന്നില്ലേ വിഷ്ണുവിൻ്റെ ഫീൽഡ് വിധുന്ന്. ഗീതു കൈ എറിയോന്ന് അറിയാൻ വേണ്ടി വിഷ്ണു വന്ന് നോക്കി പോയിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്നതിന്റെ മുന്നേ ഗീതുവിന്റെ മുടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, അത് കണ്ടീഷണറായിട്ട് കുളിക്കാനാ. അപ്പോൾ ഇതാണ് 2 കളറ്. ഒന്നൊരു വയലറ്റിക്ക് വരുന്ന ഷെയ്ഡും ഒന്നൊരു ബ്രൗണിക്ക് വരുന്നതും അല്ലേ? അല്ല, ഇത് നോക്ക്, നമ്മൾ ബ്ലാക്കിൽ ചെയ്യുമ്പോൾ ഈ എൻഡിൽ കണ്ടോ ഈ കളറിലോട്ടാണ് അത് വരിക. ഇത് ബ്ലാക്ക് ചെയ്യുമ്പോൾ ഈ കളറിലോട്ടാണ് വരിക. സോ നമ്മൾ മുടിയുടെ അറ്റത്താണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതിന്റെ വിചാരം എനിക്ക് എല്ലാം അറിയുന്നതാണ്. സത്യം നമ്മൾ ഒരുപാട് തവണ ഹെയർ കളർ ചെയ്തതുകൊണ്ടേ ബാക്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് കാണാൻ പറ്റാത്ത അതെ, ചില കളറൊക്കെ നമ്മൾ മിക്സ് ചെയ്യും. വിഷ്ണു പറയായിരുന്നു ഗീതുവിൻ്റെ മുടി കണ്ടിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് തൂക്കിയിട്ടത് പോലെ ഉണ്ടെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയായിരുന്നു അതിൻ്റെ ഒരു ചായ. നല്ല ഹെയർ സ്റ്റൈൽ. അടുത്ത ഹെയർ സ്റ്റൈൽ ഇത് മതി കേട്ടോ. നേരെ പോയി ഓവനിൽ കയറിക്കോളും. ഹലോ ഗൈസ്,
എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം എൻ്റെ ഇൻട്രോ പറഞ്ഞിട്ടുള്ള ബാൽക്കണിയാണ് ഇത്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞതാണ്. പഴയ ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് ഈ ബാൽക്കണി മിസ്സാവുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് മുന്നേ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നമ്മളായിരുന്നു ഇവിടെ റെൻറ്റിന് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളത് പ്രദൂനെയും ഗീതുവിനെയും ഇവിടെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരാണ് ഇവിടെ. അപ്പോൾ അവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണത്. എനിക്ക് ഭയങ്കര നല്ല കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഭയങ്കര ഒരു നല്ല ഇമോഷണൽ ഒരു അപ്പാർട്ട്മെൻറ്റാണ് അത്. അപ്പോൾ ഇവരിവിടെ നിൽക്കുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ വ്യൂലാണ് ഞാൻ അധികം എൻ്റെ ഇൻട്രോ പറയാറെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പൊളിയല്ലേ? അപ്പോൾ അതേ ഗീതു കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുടിയിൽ കാര്യമായ മാറ്റമൊന്നും കാണാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയില്ല. നാളെ ഇനി ഡേ ലൈറ്റിനും കൂടെ നോക്കി നോക്കട്ടെ വല്ല ചേഞ്ച് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ, ഗ്രിൽ ചിക്കൻ. ഇത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഡിന്നറാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു ഡിന്നറാണ്. എനിക്കിതിൻ്റെ ഒപ്പം ഈ ചട്നി മസ്റ്റാണ്, മിൻറ്റ് പീനട്ട് ചട്നി ഇല്ലേ അത്. പിന്നെ എല്ലാ കൂട്ടത്തിലും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരാൾ. എന്ത് ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിലും ചോറിനോടും തോരനോടും മോരുകറിനോടും പ്രത്യേകം ഇഷ്ടമുള്ള ഒരാൾ. പ്രദൂന് അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടിയെ കഴിഞ്ഞു. സമയം ഏകദേശം 12 മണിയായി. നമ്മൾ ഇറങ്ങുകയാണ്. എനിക്ക് ചെറുതായിട്ടൊരു വയ്യായ വരുന്ന പോലെയുണ്ട്. നാളത്തേക്ക് പനിയാവുമെന്ന് അറിയില്ല. എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.